നമസ്കാരം. 6 മാർച്ച് 2021 ഹിന്ദു ന്യൂസ് അനാലിസിസ് ആണ്. ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ന്യൂസാണ്. SE says new rule to regulate OTT platforms lack teeth. OTT പ്ലാറ്റ്ഫോംസ് റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. എന്നാൽ അതിൽ പ്രൊവിഷൻ ഫോർ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈന് ഈടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഒരു പീനൽ ആംഗിളിൽ ഇത് ഫലപ്രദമല്ല. ഒരു ഗൈഡ് ലൈൻസ് മോഡലിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു എഫക്റ്റീവ് മെക്കാനിസം കൊണ്ടുവരണമെന്ന് SC അല്ലെങ്കിൽ സുപ്രീം കോടതി സജസ്റ്റ് ചെയ്തു. ആൻഡ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് നോക്കിക്കൊള്ളുക. ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഗൈഡ് ലൈൻസ് ഫോർ ഇൻ്റർമീഡിയറി ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് 2021 ഇതുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ന്യൂസ്. ഇനി രണ്ടാമതൊരു ആർട്ടിക്കിൾ നമ്മുടെ എഡിറ്റോറിയൽ പേജിലുള്ളൊരു ആർട്ടിക്കിളാണ്. ഇത് സൈബർ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോടെക്നോളജി, ഓൾ ദോസ് തിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുക. ഇത് 2020 ഒക്ടോബറിൽ മുംബൈയിലുണ്ടായ പവർ ഗ്ലിച്ച് അല്ലെങ്കിൽ പവർ ഔട്ടേജുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അത് ചൈനീസ് സ്റ്റേറ്റ് സ്പോൺസേർഡ് ഗ്രൂപ്പ് സൈബർ അറ്റാക്ക് നടത്തിയിട്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകമായിട്ടൊരു പേര് പറയുന്നുണ്ട്, സൈബർ സബോട്ടേജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുക. ദെൻ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ട്. ആ ഒരു ടേംസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. 2009 ഇതുപോലെ ഒരു സൈബർ എസ്പിനോജ് ഇറ്റ്സ് ഹാപ്പൻ എന്ന് പറയുന്നുണ്ട്. ഗോസ്റ്റ് നെറ്റ് എന്ന് പറയുന്നൊരു വേർഡ് ഇവിടെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇറ്റ്സ് ഹാപ്പൻ ഇൻ 2009 ആൻഡ് സം ഏജൻസീസ് ആർ ദെയർ ജസ്റ്റ് ലൈക്ക് ഇന്ത്യസ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോണ്ട് ടീം CERT എന്ന് പറയുന്ന ഏജൻസി പോലെയുള്ള ഏജൻസീസ് ഉണ്ട്. ആൻഡ് ഇത് വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. സൈബർ ഏജൻസീസ് ഒരുപാടുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു ഡിഫൈൻഡ് റെഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെടുത്തി ഇന്ത്യ തന്നെ ഫ്രണ്ടിലുണ്ട്. അത് എസ്പെഷ്യലി UN പോലെയുള്ള ഓർഗനൈസേഷൻസ് ലോ ക്രിയേറ്റ് ചെയ്യണമെന്നും സ്ട്രാറ്റജിക്കലായിട്ട് പെരുമാറണമെന്നും എസ്പെഷ്യലി പറയുന്നുണ്ട്. സോ ഒരുപാട് കാര്യങ്ങളിൽ ഇത് ഇംപ്ലിക്കേഷൻ ഉള്ളതാണ്. നമ്മുടെ മിലിറ്ററി റിലേറ്റഡ്, മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ന്യൂ പബ്ലിക്കേഷൻസ്, നാഷണൽ സെക്യൂരിറ്റി, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സൈബർ സെക്യൂരിറ്റി വളരെയധികം ഒരു വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈവൻ നമ്മുടെ അറ്റോമിക് എനർജി യൂണിറ്റ്സ് പോലും ഹാക്ക് ചെയ്യപ്പെടാം ഇൻ ഫ്യൂച്ചർ ഓർ സംതിങ്. ഓക്കെ, അപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ആൻഡ് മെക്കാനിസം ഹാൻഡിൽ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇവിടെ നമ്മുടെ ന്യൂക്ലിയർ റിലേറ്റഡ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നോ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാലുള്ള പോളിസി പോലെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു സൈബർ അറ്റാക്ക് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മുടെ സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഫലവത്താകാതെ പോകുന്ന സാഹചര്യങ്ങൾ വരും. ആൻഡ് ഇതിനെ ബാക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അതിന് വേണ്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഒന്ന് വായിച്ചു കൊടുക്കാം. ഓക്കെ, വിക്കിലീക്സിൻ്റെയൊക്കെ ഒരു ഡേറ്റയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. മോസ്റ്റ്ലി ചൈനീസ് സൈബർ സെക്യൂരിറ്റി ഏജൻസീസാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നത്. സോ സൈബർ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് GS3 ഭാഗത്ത്, ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് വേണം. ആൻഡ് ആൾസോ ഫോർ ദ പ്രിലിമിനറി ടെസ്റ്റ്. ഓക്കെ, ഫൈൻ. അടുത്ത് വരുന്ന ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് റഷ്യയുടെ പുതിയ പോളിസിയായിട്ട് ബന്ധപ്പെട്ടാണ്. അത് യൂറോപ്യൻ യൂണിയൻ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ക്രിറ്റിസിസം. ഓക്കെ, അത് അലക്സി നാവൽനി എന്ന് പറയുന്ന അവരുടെ ഒരു ഒപ്പോസിഷൻ ഫിഗറുണ്ട്. ആ ഒപ്പോസിഷൻ ഫിഗറിനെ ജയിലിലിട്ടതുമായിട്ട് ബന്ധപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഫിനാൻഷ്യൽ സാങ്ഷനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ക്രിറ്റിസിസം, ഡയലോഗ് എല്ലാം തന്നെ റഷ്യയെ പ്രകോപിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഗർബച്ചോവിൻ്റെ ഒരു സമയത്തുണ്ടായ ഒരു സ്ട്രാറ്റജി, അപ്പോൾ ഉണ്ടായിരുന്ന ഒരു വെസ്റ്റേണൈസേഷൻ അല്ലെങ്കിൽ സോഷ്യലിസത്തിനെതിരായിട്ടൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതെല്ലാം അവിടെ മെൻഷൻ ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കൂടുതലായിട്ട് ഒരു ടൈസ് നോക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് ടുവേഴ്സ് ദ ഈസ്റ്റേൺ സൈഡ്, എസ്പെഷ്യലി ഏഷ്യൻ രാജ്യങ്ങൾ, ഏഷ്യനിലെ ഈസ്റ്റേൺ സൈഡാണ്
ഇപ്പോൾ കൂടുതൽ റഷ്യ നോക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അത് നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഗ്രേറ്റർ യുറേഷ്യ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവിനെ പറ്റി പറയുന്നുണ്ട്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കത് നോക്കാം. മേ ബി നമുക്ക് GS2 ഭാഗത്ത് IR ഒക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ EU എന്തെന്ന് നോക്കാം. ദെൻ ഇവിടെ ഉറാൾ മൗണ്ടൻസിനെ പറ്റി പറയുന്നുണ്ട്, അത് ജോഗ്രഫി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. അവിടുത്തെ നദികൾ, യുറാൽ എന്ന് പറയുന്നത് ഒരു മൗണ്ടൈൻ ആണ്. ഇത് ആക്ച്വലി റഷ്യയുടെ യൂറോപ്യൻ പാർട്ടും ഏഷ്യൻ പാർട്ടുമായിട്ട് വേർതിരിക്കുന്നതാണ് യുറാൾ മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഇതിനടുത്തുകൂടി പോകുന്ന നദികൾ കാര്യങ്ങളൊക്കെ നോക്കുക. സോ ഇറ്റ് ഈസ് ഓൾ വെരി ഇമ്പോർട്ടൻറ്റ്. ന്യൂ സ്പേസ്, ഇവിടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ NSIL എന്ന് പറഞ്ഞാൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് ISRO അല്ലെങ്കിൽ ഇസ്രോയുടെ ഒരു കൊമേഴ്ഷ്യൽ വിങ് ആണെന്ന് പറയാം. ഈ അടുത്ത സമയത്ത് ബ്രസീലിൽ നിന്നുള്ള ആമസോണിയ 1 ഫലപ്രദമായിട്ട് വിക്ഷേപിച്ചു. അങ്ങനെ ഇത് വളരെ വലിയൊരു സാധ്യതകളാണ് തുറന്നിടുന്നത്. ഇത് മാത്രമല്ല RISAT 2B RI ആൻഡ് EOS-01. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ചെറിയ സാറ്റലൈറ്റും ഒക്കെ വിക്ഷേപിച്ചു. സാറ്റലൈറ്റ് അല്ലെങ്കിൽ സ്പേസ് കൊമേഴ്ഷ്യൽ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനിയും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുക. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓത്തറൈസേഷൻ സെൻറ്റർ, INSPAC ആൻഡ് സ്മോൾ ലെറ്റർ E. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസെൻഗേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു ന്യൂസാണ്. ഡിസെൻഗേജ്മെൻറ്റ് നമുക്ക് ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫെബ്രുവരി 25 ഇത് ഇനിഷ്യേറ്റ് ആവുന്നത്. പാങ്കോങ്സ് ലേക്കിൻ്റെ നോർത്ത് ആൻഡ് സൗത്ത്, അതുപോലെ LIC ഭാഗങ്ങൾ ഇവിടെ എല്ലാം ചെയ്യണമെന്നും, അതുപോലെ തന്നെ ഒരു ഹോട്ട് ലൈൻ ഇനിഷ്യേറ്റ് ചെയ്യണമെന്നും ഒക്കെ അവരുടെ എഗ്രിമെൻറ്റിൽ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന പറയുന്നുണ്ട്. ഇത് നമ്മുടെ തുടർ ചർച്ചകളിലുള്ള ഒരുപാട് ന്യൂസാണ്. സോ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഹാവ് എ ലുക്ക് ഓൺ ഇറ്റ്. നമുക്ക് സെക്യൂരിറ്റിയുടെ ഭാഗത്തും മേ ബി IRൻ്റെ ഭാഗത്തും ഒക്കെ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ക്രിട്ടിക്കായിട്ടും ഒക്കെ ചോദിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. അഗെയിൻ മ്യാൻമാറിൽ ഇവിടെ പ്രശ്നം വളരെ രൂക്ഷമാണ്. അപ്പോൾ അവിടുന്ന് മിസോറാമിലേക്ക് ഒരുപാട് റെഫ്യൂജീസ് വരുന്നുണ്ട്. 50ഓളം പേര് മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്. നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ മിസോറാമിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. എസ്പെഷ്യലി ഹിയർ ഇസ് എ റിവർ മെൻഷൻഡ്. ഓക്കെ, അപ്പോൾ ഇതുമാതിരിയുള്ള ഇൻഫോർമേഷൻസ് കിട്ടുമ്പോൾ ഈ റിവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് നോക്കുക. ഇതിൻ്റെ ഒറിജിൻ, ഇത് ഒഴുകി പോകുന്ന സ്ഥലങ്ങൾ, ആൻഡ് ഇത് എവിടെയാണ് ഡ്രെയിൻ ചെയ്യുന്നത്, ദെൻ ഇതിൻ്റെ പോഷക നദികൾ, ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. ആൻഡ് റീസെൻ്റ്ലി എന്തെങ്കിലും നമ്മുടെ ഗവൺമെൻറ് സ്കീമിൽ ഇങ്ങനെ ഒരു നദി പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കുക. ഓക്കെ, ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാണ്. റെഫ്യൂജീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് GS2-നും വേണമെങ്കിൽ GS3-ലും ഒക്കെ ചോദിക്കാം. അപ്പോൾ റെഫ്യൂജീസ് അക്സെപ്റ്റ് ചെയ്യുന്നതുമായിട്ട് ഇതുവരെ ഒരു ഡയലോഗൊന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. എന്നാൽ കുറച്ച് പേരെ ആസാം റൈഫിൾ ഒക്കെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, 80 പേരെ ഇന്ത്യയിൽ എൻ്റർ ചെയ്യുന്നെന്ന് ആസാം റൈഫിൾസ് പ്രിവെൻറ്റ് ചെയ്തെന്നും പറയുന്നുണ്ട്. ഇത് നമ്മുടെ അല്ല, COVID-19 ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട് WHO ഹയർ ഒഫീഷ്യൽസ് ചൈനയിൽ വിസിറ്റ് നടത്തിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് കിട്ടിയ ഡേറ്റ, അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഡേറ്റയുടെ ലഭ്യത വളരെയധികം കുറവായിരുന്നു. ഓക്കെ, ഒരു ഇൻഡിപെൻഡൻസ് ഇല്ലാതെയാണ് ഇവർ ഡേറ്റ കിട്ടിയത്. ഒരു അൺറെസ്ട്രിക്റ്റഡ് ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് WHO ഒഫീഷ്യലായിട്ടുള്ള ഇൻഫർമേഷനാണ്. വുഹാനിൽ പോയിട്ട് ഇവർക്ക് കാര്യമായിട്ടുള്ള ഡേറ്റയൊന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്ഭവം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഇത് സ്പെക്കുലേഷൻസ് മാത്രമായിട്ട് നിലനിൽക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി
കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു, ശ്രീലങ്ക എയർഫോഴ്സിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു, 3-day ഇവൻ്റ്. സോ ആ ഒരു 3-day ഇവൻറ്റിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് സാരംഗ് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റേഴ്സ്, സൂര്യ കിരൺ ഹോക്സ്, തേജസ് ഫൈറ്റർ ക്രാഫ്റ്റ്, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ദെൻ അങ്ങനെ ഇന്ത്യയുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസ് ടൈ ഇനി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഒരു കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് എക്സ്ട്രാ നോക്കാം. 1987 ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹാവ് എ ലുക്ക് ഓൺ ഇറ്റ്. സോ അതിൻ്റെ ഒരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംബാരിറ്റീസ് ഓപ്പറേഷൻ പൂമലൈ, ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലും മേ ബി ഏതെങ്കിലുമൊക്കെ PSC SSC എക്സാമിനൊക്കെ ചോദിക്കാം. ഓപ്പറേഷൻ പൂമല ഈസ് റിലേറ്റഡ് ടു വിച്ച് കൺട്രി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ എന്തായാലും ഒരു ഡിഫൻസ് ടൈ അഗെയിൻ വരികയാണ്. അപ്പോൾ ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. കാര്യം ജിയോ സ്ട്രാറ്റജിക്കലായിട്ട് ശ്രീലങ്കയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെയധികം നല്ലൊരു ടൈ വേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. ആൻഡ് ചൈന ടാർഗറ്റ്സ് 6% ഗ്രോത്ത് ടെക് സുപ്രീമസി. ഓഫ് കോഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ, അതായത് പാൻഡമിക് ഇറായിൽ ചൈനീസ് കമ്പനീസിൻ്റെ ഷെയർ ഹോൾഡിംഗ് വാല്യൂ ആയാലും ഒക്കെ തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ അവർ 6% ഗ്രോത്ത് ആണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് ടാർഗറ്റായിട്ട് 2021 വേണ്ടിയിട്ട്. സോ വിച്ച് ഇസ് എ വെരി ബിഗ് ടാർഗറ്റ്. ഓക്കെ, US പോലെയുള്ള അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൺട്രീസൊക്കെ താഴോട്ട് പോകുമ്പോൾ ഇവരൊരു അപ്പർ സൈഡിലോട്ട് ഒരു ടാർഗറ്റ് ചെയ്യുന്നതും അതിനനുസരിച്ച് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ എക്കണോമിക് സൈഡിൽ ഓഫ് കോഴ്സ് അവരെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് റിലയബിൾ ആക്കാനായിട്ട് സഹായിക്കും. ദെൻ UNSC ഇടപെടണം, മ്യാൻമാറിൽ ഒരു ബ്ലഡ് ഷെഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം 2021 എന്ന് പറയുന്ന ഒരു ഇറായിൽ ഇതുപോലുള്ള മിലിറ്ററി കൂപ്പുകൾ സംഭവിക്കുന്നത് ഡെമോക്രസിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒക്കെ സംഭവിക്കുന്നതൊക്കെ വളരെയധികം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ UNSC അല്ലെങ്കിൽ എന്താണ് UN റൈറ്റ് കമ്മീഷൻസ് ഒക്കെ ഇതിൽ ഇടപെടണം. അവിടെ ജനാധിപത്യം റീസ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. ഇതൊരു കണ്ടിന്യൂസ് ന്യൂസാണ്. ഈ അവിടുത്തെ ഒരു ഇഷ്യൂ എവിടെയെങ്കിലും സ്റ്റേബിൾ ആകുന്നത് വരെയും നമുക്കിത് കാണാൻ സാധിക്കും. ദെൻ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ നിയമങ്ങൾ വരുന്നതിൻ്റെ സാധ്യത, ബാൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊന്ന് നോക്കി വെച്ചോളൂ. ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഓഫ് കോഴ്സ് ബിറ്റ് കോയിൻ നോക്കുക, ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് നോക്കുക, ബ്ലോക്ക് ചെയിൻ, എസ്പെഷ്യലി ബ്ലോക്ക് ചെയിൻ മെക്കാനിസത്തെ പറ്റി ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിഞ്ഞു വയ്ക്കുക. ക്രിപ്റ്റോയും നമ്മുടെ UPSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വേർഡാണ്. ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. ഇവിടെ OPEC പ്ലസ് മൂവ് ടു ഹിറ്റ് റിക്കവറി എന്ന് പറഞ്ഞിട്ട്, OPEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ here it is, the petroleum organization of the petroleum exporting countries and its allies, അതാണ് OPEC പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ ഓർഗനൈസേഷൻ രൂപീകരിച്ചത്, അതിൻ്റെ കറണ്ട് മെമ്പേഴ്സ്, എന്തെങ്കിലുമൊക്കെ ഒരു റീസെൻറ്റ് ഡയലോഗ്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും. യെസ്, ഓഫ് കോഴ്സ് നമുക്ക് IRലും അത് സഹായകരമായിരിക്കും. ഓക്കെ, ആൻഡ് ഹിയർ കം വൺ മോർ ന്യൂസ്. ഈ ന്യൂസ് വായിക്കുന്നതിന് മുമ്പ് ക്രെയിൻ എനർജി ആർബിട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. പെർമനൻറ്റ് ആർബിട്രേഷനിലെ അവരുടെ ഒരു കേസ് സക്സസ്ഫുൾ ആയിരുന്നു. ബട്ട് ഇന്ത്യ ഒരു സെറ്റിൽമെൻറ്റ് മാതിരിയാണ് നോക്കുന്നത്. അതിനോടൊപ്പം നോക്കേണ്ടത് വോഡാഫോൺ കേസാണ്. ഓക്കെ, പുറത്തുനിന്നുള്ള കമ്പനീസ് FTA ത്രൂ ഇന്ത്യയിൽ വരുമ്പോൾ ഒരു ടാക്സിങ് മെക്കാനിസം പോലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് അപാകതകളുണ്ട്, ഇനിയും ശരിയാകാത്ത കാര്യങ്ങളുണ്ട്. ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റീസും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കുക. സോ ഇത്രയാണ് നമുക്ക് 2021 മാർച്ച് 6 ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആൻഡ് ഇറ്റ്സ് റിവ്യൂസ്. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.